എല്ലാ മേഖലകളിലും ചേച്ചിയുടെ നിലപാടുകളും, അതായത് ഓൾമോസ്റ്റ് സമകാലിക പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ചേച്ചിക്ക് മുമ്പോട്ട് ചേച്ചിയുടെ പ്രവർത്തന മേഖല എങ്ങനെയായിരിക്കും? അതോ ചേച്ചി ഏതെങ്കിലും അവസാനം ഒരു രാഷ്ട്രീയത്തിൽ ചെന്ന് എത്തുമോ, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചെന്ന് എത്തുമോ? കാരണം എനിക്ക് പലപ്പോഴും പാർട്ടിയിൽ ചെന്ന് എത്തുമെന്നല്ല, എന്താണ് ചേച്ചി മുമ്പോട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊന്നുമല്ല. ചേച്ചി ഒരു ഒറ്റ വാക്കി ചോദിച്ചു, ചേച്ചി ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം നേടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആ ഒരു രീതിയിൽ ഇനി ചേച്ചിയെ കാണാൻ പറ്റുമോ? BJP-യിൽ ഒരു കാലത്തും അംഗത്വം എടുക്കില്ല. ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ട് അടവ് നയവും സമദൂരവും ഉണ്ട് എന്ന് വെച്ചാൽ അംഗത്വം ഒന്നും എടുത്തിട്ടില്ല. അവർ പാർട്ടിക്ക് അടവ് നയമില്ലേ, പാർട്ടിക്ക് സമദൂരമില്ലേ, അതെനിക്കും ഉണ്ട്. ആസ് എ സിറ്റിസൺ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ കോൺഗ്രസുമായിട്ട്, കാരണം കോൺഗ്രസ്സിലെ പാർട്ടിയുമായിട്ടും കൾച്ചറൽ വിങ്ങുമായിട്ടും നല്ല സൗഹൃദമുണ്ട്. ഇടതുപക്ഷത്തിലെ പാർട്ടിയുമായും ഇടതുപക്ഷ പാർട്ടിയുമായിട്ടും അവരുടെ കൾച്ചറൽ വിങ്ങുമായിട്ടും നല്ല സൗഹൃദമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വിയോജിപ്പ് അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. ആ പാർട്ടിക്ക് ഇല്ലാത്ത ഒരു സാധനം നല്ല മികച്ച ഫെമിനിസം ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് എപ്പോഴും ഉണ്ട്. അവരോടൊക്കെ നമുക്കതൊക്കെ ഓപ്പണൊക്കെ ചെയ്യാം. ഈ രണ്ട് കൂട്ടരുടെയും മികച്ച പ്രതിപക്ഷമാണ് അംബേദ്കറൈറ്റുകൾ. ഓക്കെ, പണ്ടൊന്നും അംബേദ്കറൈറ്റുകൾ എന്താ പറയുന്നതെന്ന് ഇവർക്ക് ചിന്തിക്കണ്ടേ. ഇപ്പോൾ അംബേദ്കറൈറ്റുകൾ എന്ത് ചെയ്യും എന്നനുസരിച്ചുകൊണ്ട് ഒരു ബജറ്റിനകത്ത് തന്നെ തീരുമാനം എടുക്കാൻ തരത്തിൽ ഇവിടുത്തെ അംബേദ്കറിസം വളർന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ എപ്പോഴും ഒരു സമദൂരം അടവുന്നതുകൊണ്ട് ഞാൻ അത് രണ്ടിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ അല്ല നമ്മൾ നോക്കുന്നത്. എനിക്ക് BSPയുടെ ഒരു അനുഭവമുണ്ട്, ബഹുജൻ സമാജ് പാർട്ടികളോട് ഒരു അനുഭവം ഞാൻ എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം BSPയുടെ ഒരു പോക്കിനകത്തൊക്കെ എനിക്കൊരു ഇതുണ്ട്. ഞാൻ ബാംസഫിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയ്മെൻറ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന കർമ്മചാരി വിങ്ങിൽ ഞാനൊരു 100 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ബാംസഫിൻ്റെ. നാളെ ബാംസഫ്, അതായത് ബാംസഫ് മഹാരാഷ്ട്ര നാഗ്പൂർ ഘടകം, അത് ഞാൻ മഹാരാഷ്ട്ര സെറ്റിലാകുന്നതിനൊക്കെ മുമ്പേ ഇവിടെ വെച്ചെടുത്തിട്ടുള്ള ഒരു 5-6 വർഷം മുൻപ് ഞാൻ എടുത്തിട്ടുള്ളൊരു മെമ്പർഷിപ്പാണ്. അത് ബാംസഫിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പം എനിക്ക് ബാംസഫിൻ്റെയും BCKയുടെയും ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഈവൻ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ ആർക്കാണ് മറുപടി പറയുന്നത്? യഥാർത്ഥത്തിൽ ഒരു ബാംസഫിനാണ് മറുപടി പറയുന്നത്, അല്ലാതെ ത്രൂ റാട്ടിക്കും ഒന്നുമല്ല. എത്രയും റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊണ്ടുവരുന്ന ആരാണ്? ബാംസഫാണ് കൊണ്ടുവരുന്നത്. ബാംസഫ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിന് പരിചയമാകുന്നില്ല, കാരണം കേരളത്തിലോട്ട് അതത്ര ശക്തമല്ല. അവരുടെ ഒരു വലിയൊരു അക്കാഡമിക് സമൂഹം ഇവിടെ നാഗ്പൂർ, ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് നന്നായിട്ടുണ്ട്. അപ്പോൾ അവരോട് താല്പര്യം തോന്നി അങ്ങോട്ട് ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. ഞാൻ ഇവിടുത്തെ ഒരു മൂവ്മെൻറ്റിനോടും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ അവരോട് എനിക്കൊരു 100 രൂപയുടെ മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞ് ഞാൻ അവരിൽ നിന്ന് 100 രൂപ മെമ്പർഷിപ്പ് എടുത്ത് ബാംസഫ് ഒരു മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ, അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി ആകുവാണെങ്കിൽ അതിൻ്റെ കൾച്ചറൽ വിങ്ങിൽ തുടരാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. MNT ന്യൂസ് നെറ്റ്വർക്ക് വഴി ഞാൻ അവരുടെ ഇംഗ്ലീഷ് ന്യൂസ് ചാനലുമായിട്ട് സഹകരിക്കുന്നുണ്ട്. എൻ്റെ ചർച്ചകൾ അതിനകത്ത് വരാറുണ്ട്. എനിക്ക് പറയാനുള്ളത് പറയാനും എഴുതുവാനുള്ളത് എഴുതുവാനും ഒക്കെ അതിനുള്ള ഇതുണ്ട്. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ വിങ്ങിനോടാണ് സംസാരിക്കുന്നത്. ബാംസഫിൻ്റെ പേജുകളൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ പറയാം. ഇൻ്റർനാഷണലൊക്കെ അവർക്ക് കണക്ഷനുണ്ട്. ഞാൻ അവരുമായിട്ട് ഇപ്പം ഇൻ്റർനാഷണൽ ബുദ്ധിസ്റ്റ് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തന്ന ഒരു സാധ്യതയാണ്. അതിൽ ഞാൻ വളരെ സന്തോഷമാണ്. ഞാനിപ്പം എനിക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കേരളത്തിനകത്തെ ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീമിലെ ചാനലിനോടോ മെയിൻ സ്ട്രീം മാഗസിനകത്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെന്ന് വെച്ചാൽ എനിക്കൊരു സങ്കടം ഉണ്ടാകുന്നില്ല. എനിക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ പറയുന്നവ അവിടെ നിന്നുള്ള ആശയങ്ങൾ എനിക്കിവിടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിനൊക്കെ ഉള്ള സംവിധാനമുള്ളൂ. അത്രയും വലിയൊരു പ്രസ്ഥാനം ഉള്ളപ്പോൾ ഞാൻ എന്തിന് കേരളത്തിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ പിന്നെ വിദേശ രാജ്യങ്ങളിലും കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകണം? എന്നെ ഉൾക്കൊള്ളാത്ത എൻ്റെ സമൂഹത്തെ ഉൾക്കൊള്ളാത്ത കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാകണം? എന്നെ ഉൾക്കൊള്ളാൻ ഇവിടെ ബാംസഫ് ഉണ്ട്. ബാംസഫ് നാളെ ഇപ്പോൾ കൾച്ചറൽ വിങ്ങിൽ പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാനതിൻ്റെ കൾച്ചറൽ വിങ്ങിൻ്റെ, അതായത് അവരൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് കൂടുതലും, പെർഫോമൻസ് രാഷ്ട്രീയമാണ് കൂടുതലും. ആർട്ടിസ്റ്റ് സിനിമയിൽ പാട്ടൊക്കെ എഴുതിയതുകൊണ്ട് കൾച്ചറൽ വിങ്ങിലാണ് ഞാൻ അതിൽ നിൽക്കുന്നത്. അക്കാഡമിക്കായ കാര്യങ്ങൾ സംസാരിക്കാനും അവരെൻ്റെ ആലോചനകൾ എടുക്കാറുണ്ട്. അവർ കേരള സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവർ ആ പ്രാധാന്യം എനിക്ക് നൽകുന്നുണ്ട്. ബാംസഫിന് 2 വിങ്ങുണ്ട്, ബോർക്കർസ് വിങ്ങും അതുപോലെ തന്നെ വാമൻ മഷ്റാം വിങ്ങും ഉണ്ട്. 2 വിങ്ങുമായിട്ടും നല്ല കണക്ഷനുണ്ട്. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് ബോർക്കർ വിങ്ങിലാണ്. അതിന് എനിക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം ഒരു ശക്തമായ പൊളിറ്റിക്സിനെതിരെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ.
പിന്നീട് നാളെ ഒരവസരത്തിൽ ബാംസഫ് ഒരു മുന്നേറ്റം വന്ന് ഒരു ദളിത് രാഷ്ട്രീയ മുന്നേറ്റം വരികയാണെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഡാം ഷുവർ ഞാൻ വന്നിരിക്കും. പക്ഷേ എൻ്റെ ബോഡി എടുക്കുമ്പോൾ ജയ് ഭീം മാത്രമേ മുഴങ്ങാൻ പാടുള്ളൂ. വേറെ ഒന്നും അവിടെ മുഴങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അംബേദ്കറേറ്റ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഞാനൊരു മാർക്സിസ്റ്റ് അംബേദ്കറേറ്റ് ആയിട്ടൊന്നും മരിക്കാൻ താല്പര്യപ്പെടുന്നില്ല.